नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 30. കൃഷ്ണൻ്റെ അന്തർധാനം. പേജ് നമ്പർ 289. ഇങ്ങനെ ഉന്മത്തരെ പോലെ അതുമിതും പറഞ്ഞ് കൃഷ്ണനെ തേടി അങ്ങുമിങ്ങും നടന്ന ഗോപികമാർ ക്ഷീണിച്ചവശരായി. ഭഗവാൻ കൃഷ്ണൻ്റെ വിവിധ ലീലകളെ അനുകരിച്ച് അവർ സ്വയം തൃപ്തരാകുവാൻ തുടങ്ങി. ഒരാൾ പൂതനയെ അനുകരിച്ചു. മറ്റൊരു ഗോപസ്ത്രീ കൃഷ്ണനെ അനുകരിച്ച് അവളുടെ മുല കുടിച്ചു. മറ്റൊരു ഗോപി ശകടമായി അഭിനയിച്ചു. അപ്പോൾ വേറൊരു ഗോപിക ശിശുവായ കൃഷ്ണനെ പോലെ മലർന്നു കിടന്നു കാലുകളിളക്കി ശകടത്തെ തൊഴിച്ചു. കൃഷ്ണൻ ശകടാസുരനെ നിഗ്രഹിച്ചതുപോലെ തൃണാവർത്തവധവും നൂപുരസിഞ്ചിതത്തോടെയുള്ള കൃഷ്ണൻ്റെ നടത്തവും അവർ അനുകരിച്ചു. 2 ഗോപിമാർ കൃഷ്ണനും ബലരാമനുമായി അഭിനയിച്ചു. മറ്റു പലരും സ്വയം ഗോപകുമാരന്മാരായി നടിച്ചു. വത്സാസുരനായി നടിക്കുന്ന ഒരു ഗോപിയെ വേറൊരു ഗോപിക കൊന്നതായി നടിച്ചു. ഒരു ഗോപി ബകാസുരനായി, മറ്റൊരു ഗോപിക ബകാസുരൻ മരിച്ചു വീഴുന്നതായും. ഒരു ഗോപിക പശുക്കളെ പേരു ചൊല്ലി വിളിച്ചു. ഓടക്കുഴൽ വിളിച്ച ഗോപിയെ മറ്റുള്ളവർ ഗോപന്മാർ കൃഷ്ണനെ എന്ന പോലെ അഭിനന്ദിച്ചു. ഒരു ഗോപസ്ത്രീ മറ്റൊരു ഗോപികയെ കൃഷ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരെ എന്ന പോലെ തോളിലേറ്റി. കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയ ആ ഗോപി താൻ കൃഷ്ണൻ തന്നെയാണെന്ന് വിചാരിച്ചു നടന്നു. എൻ്റെ നടത്തം നോക്കൂ, അവൾ പറഞ്ഞു. മറ്റൊരു ഗോപി അവളുടെ ഇടത്തെ കൈത്തണ്ടയിലെ വസ്ത്രകണ്ഠം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭയങ്കരമായ കൊടുങ്കാറ്റിനെയോ കോരിച്ചൊരിയുന്ന പേമാരിയെയോ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്കുണ്ട് എന്നു പറഞ്ഞു ഗോവർദ്ധനോദ്ധാരണം അഭിനയിച്ചു. വേറൊരു ഗോപി മറ്റൊരു ഗോപികയുടെ നിറുകയിൽ ബലമായി ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, എടാ നീച്ച കാളിയ, നിന്നെ ഞാൻ കഠിനമായി ശിക്ഷിക്കുന്നുണ്ട്. നീ ഉടൻ ഇവിടം വിട്ടു പോവുക. ദുഷ്ടന്മാരെയും ദ്രോഹികളെയും അമർച്ച ചെയ്യുവാനാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത്. ഇനിയൊരു ഗോപസ്ത്രീ കാട്ടുതീ കത്തിപ്പടർന്നു വരുന്നത് നോക്കൂ, അത് നമ്മെ വിഴുങ്ങും. കണ്ണടയ്ക്കുവിൻ, ആസന്നമായിരിക്കുന്ന വിപത്തിൽ നിന്നു ഞാൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളാം എന്നു പറഞ്ഞു ദാവാഗ്നി മോക്ഷം അഭിനയിച്ചു. ഹരേ കൃഷ്ണ.